ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇന്ദ്രിയ ജയം പ്രായം തികഞ്ഞവർക്കുള്ളതാണ്. 13-ാമത്തെ വാക്യം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ ദൈവനീതിയുടെ വചനം സംബന്ധിച്ച് പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. അടുത്ത് 14-ാമത്തെ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയായുള്ള ആഹാരം പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എന്നാൽ നീതിയുടെ വചനം ഇന്ദ്രിയ ജയം നൽകുന്നതാണ്. എങ്ങനെയാ നീതിയുടെ വചനം ഇന്ദ്രിയ ജയം നൽകുന്നത്? തഴക്കത്താലുള്ള അഭ്യസനത്തിലാണ് നീതിയുടെ വചനം ഇന്ദ്രിയ ജയം തരുന്നത്. പല ആവർത്തി ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്, പിന്നെയും ഞാൻ ആവർത്തിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ ഇന്ദ്രിയ ജയത്തിലേക്ക് നയിക്കുന്നത്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിങ്ങളിൽ പഴക്കത്തിന്റെയും തഴക്കത്തിന്റെയും ഒരു തഴമ്പുണ്ടാക്കുകയാണ്. ആ വാക്യത്തെ മുഴുവൻ ക്രോഡീകരിച്ച് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം. തെങ്ങുകയറ്റക്കാരന്റെ കാലെ കടിച്ച നീറ് സുല്ലിട്ട കാര്യം നിങ്ങൾക്കറിയാമോ? തെങ്ങുകയറ്റക്കാരന്റെ കാലെ കടിച്ച നീറ് സുല്ലിട്ടു. നീറെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഞാൻ അവനോട് ചോദിച്ചു, എന്നാ പറ്റി? ഒരു രക്ഷയില്ല, ഞാൻ കടിച്ചിട്ട് ഇങ്ങേരും അറിയുന്നില്ല, ഇങ്ങേരുടെ കടിയൊട്ട് എനിക്കൊന്ന് ശരിക്കും കടിക്കാനും പറ്റുന്നില്ല. എന്നാ പറ്റി നീറിനൊരു ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. നീറ് പറയും, പലതിനെയും കടിച്ചിട്ടുണ്ട്, പക്ഷെ ഈ തഴമ്പ് വന്നതിനെ കടിച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. നീതിയുടെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ മേൽ ഈ പഴക്കവും തഴക്കവും അങ്ങ് കയറി വരിക. അതുകൊണ്ട് തന്നെ ഈ തൊടുമ്പം നിങ്ങൾ അറിയത്തില്ല. പാപത്തിന് മാടി വിളിക്കുമ്പോൾ നിങ്ങളെ ഒതുക്കാൻ കഴിയാത്തൊരു ജീവിതത്തിലേക്ക് തഴക്കത്താലുള്ള അഭ്യസനം നിങ്ങൾക്ക് ഇന്ദ്രിയ ജയമായി നിങ്ങളിൽ വെളിപ്പെടും. അതെങ്ങനെയാണെന്നറിയാമോ? നീതിയുടെ വചനം കേൾക്കണം. ദൈവനീതിയുടെ സ്വയനീതിക്കാരന് ഇത് ലഭിക്കയില്ല. നീതിയുടെ വചനം കേൾക്കണം. നീതിയുടെ വചനത്തിന്റെ കേന്ദ്രബിന്ദു എന്താ? യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. പത്രോസ് ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ പിന്നെയും വിളിക്കുക. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം നിങ്ങൾ വിട്ടൊഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് പ്രവേശിച്ചത്? നിങ്ങൾ ദിവ്യന്റെ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പേരിപ്പോൾ ദിവ്യ സ്വഭാവമുള്ളവൻ. ഒന്ന് പറഞ്ഞാട്ടെ ആ വാക്കിന് അടിവരയിട്ടിട്ട്. ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വായിച്ചാട്ടെ ആ വാക്ക്. നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Participants. നോക്ക്. You might be the partakers of the divine nature. You become the partaker of the divine nature. ദിവ്യന്റെ സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരായി. ശ്രദ്ധിക്കണേ ആ വാക്ക്. ദിവ്യന്റെ സ്വഭാവത്തിൽ ഞാൻ പങ്കുകാരനായി എന്ന് ലോകത്തിന്റെ മോഹമൊഴിഞ്ഞപ്പം, മോഹമില്ലാത്തവൻ ദൈവം, മോഹം വിട്ടൊഴിഞ്ഞ ഞാൻ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കാളിയായി. ദൈവത്തെ ആർക്കെങ്കിലും മോഹിപ്പിക്കാൻ ഒക്കുമോ? സകലവും ദൈവത്തിൻ്റെതാ. ദൈവം ആ സകലത്തിനും കാരണഭൂതൻ. സകലവും ദൈവത്തിനായിട്ടുള്ളതാണ്. സകലവും ദൈവത്തിൻ്റെതാണ്. ഈ ദൈവത്തിന്റെ അടുക്ക വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ ദൈവം പറയും, തരത്തിൽ പോയി കളിക്കടാ മോനെ, ഇത് വേറെ റേഞ്ചാ. ഹല്ലേലൂയ. നീ പറയുന്ന റേഞ്ച് അല്ല ഇത് വേറെ തലമാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന് മോഹമില്ല. കാരണം ദൈവത്തിനെല്ലാം ഉണ്ട്. ദൈവത്തിനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങളെ ആക്കി മാറ്റി. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവനിൽ തന്ന്, അവനിൽ ഇരുത്തി, അവന്റെ സ്വഭാവത്തിന്റെ പങ്കാളികളാക്കി നിങ്ങളെ മാറ്റി. ഈ പരിജ്ഞാനത്തിൽ നിങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് പാപം വിട്ടൊഴിയുന്നത്. അതിവിടെ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്. കണ്ടോ? ലോകത്തിന്റെ മോഹത്താൽ
തഴക്കത്താലുള്ള നാശം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. അടിവരയിട്ട് നിങ്ങളത് പല പ്രാവശ്യം ആപഗ്രഥിച്ച് പഠിക്കണമേ, ആഴമായി പഠിക്കണം. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം, ലോകത്തിന്റെ മണിക്കൂറുകൾ വിവരിക്കാനുള്ള ആശയം കർത്താവ് ആ ഭാഗത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലോകത്തിന്റെ മോഹത്താലുള്ള നാശമാണ് സകലത്തെയും വീഴിച്ചത്. എനിക്കുണ്ട് എന്ന അറിവെന്റെ അകത്ത് നിറഞ്ഞാൽ, യേശുവിലൂടെ എനിക്ക് സകലവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന എൻ്റെ അറിവ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ, ആർക്കും തരാമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം വരാമെന്ന് പറഞ്ഞ ആരെങ്കിലും എൻ്റെ അടുത്ത് മുമ്പ് വന്നാൽ ഞാൻ അവനോട് പറയും, കിട്ടേണ്ട ഗതികേടിൽ എനിക്കെല്ലാം കിട്ടി. സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഇത് ചെയ്യേ, സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി അത് ചെയ്യേ, ഇവിടെ വന്ന് ഇതും അവിടെ വന്നതും, ഇവിടെ ഇത്ര ദിവസം ചെയ്യേ എന്ന് പറയുമ്പോൾ ഈ സകലവും യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവൻ എന്തോ സംഭവിക്കുന്നറിയാം. അവൻ വായി തുറന്ന് പറയും, അവിടെ പോയി അത് ചെയ്ത് ഇത് നേടേണ്ട ആവശ്യമില്ല, കാരണം സകലവും ദാനമായി യേശു ക്രിസ്തുവിൽ എനിക്ക് നൽകിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ. ദൈവമക്കളെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ്. ക്രൂശിൽ യേശു എനിക്കെല്ലാം തന്നു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞാട്ടെ എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞാട്ട്, ക്രൂശിൽ ശുശ്രൂഷ വായി തുറന്ന് പറഞ്ഞാട്ടെ, ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി സകലവും നൽകിക്കഴിഞ്ഞു. ഓ, കരമടിച്ച് ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ പരിജ്ഞാനത്തിൽ നിറയണം ദൈവമക്കളെ. ഞാൻ ആവർത്തിക്കാം പദം, ഈ പരിജ്ഞാനത്തിൽ നിറയണം. ഈ പരിജ്ഞാനത്തിൽ നിറയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കണ്ട നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്, അടുത്ത വാക്കൊന്ന് കേട്ടെ, നിങ്ങൾ ഒട്ടനെ പ്രവേശിക്കുന്ന എങ്ങോട്ടാണെന്നറിയോ? നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എങ്ങനെ? ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത റേഞ്ച് ഡിവൈൻ നേച്ചറാണ്, ദിവ്യ സ്വഭാവമാണ്. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വഭാവം മാറിയ ചിന്ത മാറും. ദൈവം ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. കർത്താവിന്റെ മനസ്സുള്ളവരായി നിങ്ങൾ മാറുവാൻ തുടങ്ങും. ഇന്ന് ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ അന്ന് ശ്രമം കൂടാതെ ഫലമായി നിങ്ങൾ ഇന്ന് പുറത്തു വരും. അതാ ഇവിടെ പറയുന്ന, താഴേക്ക് വരുന്ന എല്ലാം നിങ്ങൾ നോക്കൂ. ഇന്ദ്രിയ ജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇവയൊന്നും ശ്രമത്താൽ ഉളവായതല്ല, ഇവയെല്ലാം ഫലത്താൽ ഉളവായതാണ്. ഞാൻ പോലും അറിയാതെ ദിവ്യന്റെ സ്വഭാവം എന്നിൽ വന്നപ്പോ അതിനകത്തുനിന്ന് പുറത്തു വന്നതാ ഇതെല്ലാം. ല്ലേ, 6 കാര്യങ്ങളുണ്ട് കേട്ടോ. 6 കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുക. സഹോദരപ്രീതി ഒന്ന് പറഞ്ഞേ, ഉണ്ടേലും ഇല്ലേലും പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. സഹോദരപ്രീതി ഉണ്ടേലും ഇല്ലേലും പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. സഹോദരപ്രീതി, ഇന്ദ്രിയ ജയം, സ്ഥിരത, വിശ്വാസം. 5-ാം വാക്യം മുതൽ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട്, നിങ്ങളുടെ വിശ്വാസത്തിന് വീര്യം തുടങ്ങി. നിങ്ങൾക്ക് അങ്ങ് ഉറപ്പായി. വിശ്വാസത്തിന്റെ വീര്യം എപ്പോഴാ വന്ന്? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും എനിക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ഉറപ്പിനകത്താണ് വിശ്വാസത്തിന്റെ വീര്യം വന്നേ. വിശ്വാസത്തിന്റെ വീര്യത്തിൽ നിന്നാണ് അടുത്തത് ആരംഭിച്ചേ. എന്താ? വിശ്വാസത്തിന്റെ വീര്യവും വീര്യത്തോട് പരിജ്ഞാനത്തിൽ തിരിച്ചറിവിൽ വളരുവാൻ തുടങ്ങി. തിരിച്ചറിവ് അതൊന്ന് പറഞ്ഞാട്ടെ, തിരിച്ചറിവ് വളരുവാൻ തുടങ്ങി. അടുത്തത് പരിജ്ഞാനം വന്ന കൂടെ ഇന്ദ്രിയ ജയം വന്നു. ഇന്ദ്രിയ ജയം വന്ന കൂടെ സ്ഥിരത വന്നു. സ്ഥിരത വന്ന കൂടെ ഭക്തി വന്നു. ഭക്തി വന്ന കൂടെ സഹോദരപ്രീതി വന്നു. സഹോദരപ്രീതി വന്ന കൂടെ സ്നേഹം വന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഇവയെല്ലാം നിങ്ങളിൽ വർദ്ധിക്കുന്നു. 8-ാം വാക്യം ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമല്ല. ആയിത്തീരത്തില്ല. ഇന്ന് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം യേശു ക്രിസ്തുവിലൂടെ നൽകി തന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല.
എത്തിക്കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. കാണിച്ചിപ്പോഴും നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക. മോഹത്താലുള്ള നാശത്തിൽ നിങ്ങൾ വീഴുമോ എന്ന് കാത്തിരിക്കുകയാണ്. എന്നാൽ വചനം അറിയാമെന്നും പറയട്ടെ, ഇല്ല, മോഹം ഗർഭം ധരിച്ച് ഇനി പാപം പ്രസവിക്കത്തില്ല. എനിക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും കാൽവരി ക്രൂശിൽ സകലവും ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോ എൻ്റെ കർത്താവ് എനിക്ക് ദാനം തന്നിരിക്കുന്നു. ഒന്നിനും വേണ്ടി മുട്ടുള്ളവനല്ല ഞാൻ, എല്ലാം ലഭിച്ച് കഴിഞ്ഞവനാ ഞാൻ കരമടിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല, ഞാൻ കരമടിക്കുന്നത് കിട്ടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്വർഗം പോലും എനിക്കൊരു വാഗ്ദത്തമല്ല, ഞാൻ സ്വർഗതലങ്ങൾ ഇരുത്തപ്പെട്ടവനാണ്. ഓ, ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവമക്കളെ, സകലവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന അറിവിനകത്ത് വന്നു ചേരാൻ പോവുക. ഇതുവരെ ഇല്ലാത്തത് പലതും ഈ രാത്രി ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരിച്ചറിവകത്തോട്ട് വരുമ്പോ പലതും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രദറെ, ഇതൊന്നും കാണുന്നില്ലല്ലോ. കാണാത്തതിന്റെ കാര്യം ഇത് പറയാത്തതുകൊണ്ടാ, ഈ പരിജ്ഞാനത്തിൽ വളരാത്തതുകൊണ്ടാ. ഞങ്ങൾക്ക് ആരംഭത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പരിജ്ഞാനത്തിൽ വളർന്നപ്പോ ഊഹിക്കാത്തത് വന്നു ചേരാൻ തുടങ്ങി, ചിന്തിക്കാത്തത് വന്നു ചേരാൻ തുടങ്ങി. കരമടിച്ച് കർത്താവിന് മഹത്വം പറ. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങൾക്ക് വേണ്ടിയത് ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നല്ലോ. അറിയുന്നു എന്ന് മാത്രമല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം. ഇനി പോന്നല്ലേ, അവിടെ ഇരിക്കാൻ വയ്യല്ലേ. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. ഒന്ന് വായി തുറന്ന് പറയാമോ ദൈവമക്കളെ? ജീവനും ഭക്തിക്കും, ഉറക്കെ പറഞ്ഞാട്ടെ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ. ഹല്ലേലൂയ. ക്രൂശിൽ നിനക്ക് വേണ്ടി യേശു എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശു നിനക്ക് വേണ്ടി ചെയ്യാത്തതായിട്ടൊന്നുമില്ല. സകലവും കാൽവരി ക്രൂശിൽ അവിടുന്ന് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിന്നമ്മ പറഞ്ഞല്ല എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം, അന്നമ്മ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം. എന്തെഴുതപ്പെട്ടിരിക്കുന്നു അതാ സത്യം. ഈ സത്യത്തിലൊന്ന് ഉറച്ചു നിൽക്കാമോ? അസാധ്യതകളെ നോക്കി എൻ്റെ കർത്താവ് എനിക്ക് തന്നതിന് നന്ദി എന്ന് 10 ദിവസം പറയാമോ? പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റാമോ? സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞ് ആ പിതാവിന്റെ മാറിലൊന്ന് സ്വസ്ഥതയോടെ ഭയമില്ലാതെ കിടന്നുറങ്ങാമോ? അതാ പ്രാർത്ഥന, അതാ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന എന്തോ യാചിക്കുന്നതല്ല. യഥാർത്ഥ പ്രാർത്ഥന മുട്ടലല്ല, മുട്ടുന്നത് പുറത്തുള്ളവനാ. അകത്ത് കയറിയാണ് എന്തിനാ മുട്ടുന്നത്? അതൊക്കെ മുട്ടുന്നത് അകത്തുള്ളവനാണ് പുറത്തുള്ളവനാണ്? അറിയാവുന്നവർ പറ. മുട്ടുന്നത് പുറത്തുള്ളവനാ. യാചിക്കുന്ന ആരാ? യാചിക്കുന്ന ആരാ? ദാസന്മാരാ യാചിക്കുന്നത്. അന്വേഷിക്കുന്ന ആരാ? എവിടെയാ ഇരിക്കുന്നതെന്ന് വ്യക്തത ഇല്ലാത്തവനാ അന്വേഷിക്കുന്നത്. ഇതൊന്നുമല്ല നിങ്ങൾ. മുട്ടുന്നത് പുറത്തുള്ളവനാ. അവൻ മുട്ടി അകത്ത് കയറണം. അവൻ മുട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയല്ലോ അകത്ത് കയറാൻ പറ്റിയാലെന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അകത്ത് കയറാൻ ബന്ധപ്പെട്ടവരല്ല, മുട്ടിക്കൊണ്ടിരിക്കുന്നവരല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. ആ ഉപമ പറയുന്നതിന് മേളിൽ കർത്താവ് പറഞ്ഞു, മക്കൾ എൻ്റെ കൂടെ കിടക്കുക, പൈതങ്ങൾ എൻ്റെ കൂടെ ഉറങ്ങുക. അവർ ചോദിച്ചിട്ടില്ല, അവർ മുട്ടിയിട്ടില്ല, അവർ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അവർക്കറിയാം അവരുടെ അപ്പൻ അവർക്ക് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്. ഓ, കഥ അടച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുക, അവരെ ശല്യപ്പെടുത്തരുത്. ഏതാടാ ഈ മക്കള്? എവിടുന്ന് വന്ന ഈ മക്കള്? ഈ ഒരു മക്കൾ എനിക്കുണ്ട് എല്ലാ കാലത്തും. ഇത് വീണ്ടും ജനിച്ച മക്കള്. ദൈവഭവനത്തിലായി അപ്പന്റെ കൂടെ കിടക്കുന്നവനാ. അല്ലാതെ വഴിമക്കിൽ അപ്പം തീർന്നിട്ട് യാചിച്ചു വരുന്നവനല്ലവൻ. അപ്പൻ അപ്പം കൊടുത്ത് ഉറക്കി വെള്ളവും കുടിപ്പിച്ച് കിടത്തി ഉറക്കിയവനായി മകൻ. ഇതാ യേശുവിനുള്ള ജീവിതം. ഹല്ലേലൂയ. നിങ്ങൾ പുറത്തു നിന്ന് മുട്ടി 5 മണിക്കൂർ കഴിഞ്ഞപ്പം മുട്ടല് ആരോ വന്ന് പറഞ്ഞു, മുട്ടുന്നുണ്ടെങ്കിലും മുട്ടലിന്റെ ശബ്ദം ഈ ദേശത്തിന്റെ പ്രഭു കയറി തടഞ്ഞു വെച്ചിരിക്കുക, അതിനുവേണ്ടി 7 ദിവസം ഇരിക്കണം. 7 ദിവസം ഇരുന്നുള്ള അൾസറും വലിച്ചു വരുത്തി അവസാനം ഷുഗറും പ്രശ്നവും ഒക്കെ ആയി അസിഡിറ്റി ഉള്ളിൽ വന്നിട്ട് ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കൃപയെന്ന് പോകല്ലോ കേട്ടോ. ഈ കർത്താവ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ 7 ഇരുന്നുകൊണ്ടോ, ഇത് നിങ്ങൾ 14 ഇരുന്നുകൊണ്ടോ, ഇത് നിങ്ങൾ മീശ പഠിച്ചുകൊണ്ടോ, ഇത് നിങ്ങൾ കമ്മലുമാല ഊരിയുകൊണ്ടോ, ഇത് നിങ്ങൾ കൈയടിച്ചുകൊണ്ടോ ഒന്നും കിട്ടിയതല്ല. ക്രൂശിൽ സൗജന്യമായി സകലവും യേശു നിങ്ങൾക്ക് വേണ്ടി തന്നു കഴിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കർമ്മമാർഗേന മാർഗമായിരുന്നെങ്കിൽ എന്തിനാ ഇത് യേശുവിന്റെ മാർഗമായത്? കാരണം ഉലകം മുഴുവൻ പറയുന്നത് കർമ്മമാർഗേന മോക്ഷമാണ്. അത് ചെയ്ത് ഇത് നേട്, അത് ചെയ്ത് ഇത് നേട്, ഇത് ചെയ്ത് അത് നേട്. ലോകത്തിന്റെ സിദ്ധാന്തവത, മതത്തിന്റെ സിദ്ധാന്തവത. യേശുവിന്റെ മാർഗത്തിന്റെ വ്യത്യസ്തത ഇത് ചെയ്ത് അത് നേടാനല്ല, ഞാൻ ചെയ്തു നേടിക്കഴിഞ്ഞു. കരം അടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക.
ഈ മാർഗത്തിലേക്ക് നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ചോണക്കുട്ടന്മാരായിട്ട് നിന്നോ. സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ തിങ്ങട്ടെ. സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ തിങ്ങട്ടെ. എനിക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും എന്റെ കർത്താവ് ദാനം തന്നിരിക്കുന്നു എന്ന ഉറപ്പം കൊണ്ട് കയറട്ടെ. അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം എൻ്റെ കൂടെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വരിക. വീടിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒത്തിരി ഉള്ളിടത്തൊന്നും ഉള്ളതല്ല. പക്ഷെ അച്ഛൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയായിരുന്നു, എൻ്റെ ബ്രദറെ, യേശു എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ പിന്നെ വീടിൻ്റെ പണി എങ്ങനെയാ നടക്കുന്നതെന്ന് അറിയത്തില്ല. വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, എങ്ങനെയാ ഈ ആലോചനക്കകത്തൊന്ന് കയറിക്കോ. ഈ ആടിന്റെ കരച്ചിൽ അവസാനിപ്പിച്ചിട്ട് നന്ദി പറച്ചാൻ തുടങ്ങിക്കോ. മേ 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 നിർത്തിയിട്ട് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, എനിക്ക് സകലവും നൽകിയതിന് നന്ദി കർത്താവേ, നീലേശ്വര തുണർ വായിച്ചതിന് നന്ദി കർത്താവേ, എൻ്റെ തലമുറയെ നീ മാനിച്ചതിന് നന്ദി കർത്താവേ, വചനത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നതിന് നന്ദി യേശുവേ, എൻ്റെ പട്ടണത്തെ നീ പിടിച്ചതിന് നന്ദി യേശുവേ. ഹല്ലേലൂയ. നന്ദി പറയാൻ തുടങ്ങിക്കോ. വന്നു ചേരുന്ന നിങ്ങൾ പോലും ഞെട്ടിപ്പോകും. അനുഭവത്തിൽ നിന്ന് പറയുക, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ആവശ്യം അറിയിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടക്കാത്തത് ഇന്ന് ആവശ്യം അറിയിക്കാതെ അകത്ത് വരുമ്പോൾ ഞെട്ടുക. ദൈവമേ, ഇത് എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു? ടെലിവിഷൻ മിനിസ്ട്രി ആരംഭിച്ച സമയത്ത് ആഴ്ചയിൽ 5000 രൂപ എടുക്കാം. ബോം ബ്രദർ ഒന്നും വന്നില്ല. 5000 രൂപ ആഴ്ച നിഗൽമോൻ ഇല്ല, കുറച്ചൊക്കെ അറിയാല്ലേ. 5000 രൂപ ആഴ്ച കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കിക്കേ, എവിടുന്നാന്ന് അറിയത്തില്ല, കർത്താവിൻ്റെ ഉറവയെ ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ. നീക്കുബാക്കി ഒരുപാട് ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ കർത്താവ് നടത്തുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഈ ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പ് അകത്ത് എപ്പം വന്നോ അന്ന് മുതൽ ക്ലെയിം ചെയ്യാൻ തുടങ്ങി, അന്ന് മുതൽ വിളിച്ചു പറയാൻ തുടങ്ങി. ചെയ്തു കഴിഞ്ഞെങ്കിൽ വന്നു ചേരുന്നതിന് ഇനി എന്നാ കുഴപ്പം? ഇല്ലാത്തതൊന്നും അല്ലല്ലോ ഞാൻ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി ഉള്ളതല്ലേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതല്ലേ ഞാൻ വിളിക്കുന്നത്, അല്ലാതെ ഒരുക്കാനല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ, ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരുക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവോ, ഇവൻ ഇതുവരെ അറിഞ്ഞില്ല, ഇപ്പോഴും ഈ ആടിന്റെ കരച്ചിലും കൊണ്ടിരിക്കുക. ഇതുവരെ അറിഞ്ഞില്ല എൻ്റെ കുഞ്ഞ്, നിനക്ക് വേണ്ടി ഞാൻ സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, ഒരുക്കി കഴിഞ്ഞു. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. ഇനിയേലും ലഭിച്ചു കഴിഞ്ഞു എന്ന അറിവിൽ നിന്ന് നന്ദി പറ. ഒന്നും കാണുന്നില്ലായിരിക്കാം, ഒരു ലക്ഷണവും കാണണ്ട, കാർമേഘം കാണണ്ട, കൈപ്പത്തിയോളം മേഘം കാണണ്ട, യാതൊന്നും കാണണ്ട. പക്ഷെ സ്തോത്രം ചെയ്തു, ഇതിൽ നിന്ന് അണുവിടം മാറാതെ നിന്നു. ഒരു സംശയമില്ലാതെ ഇതിനെ ഉറപ്പിച്ചു. നിങ്ങൾക്ക് കിട്ടിയ വിശ്വാസത്തെ നിങ്ങൾ ഉറപ്പിച്ചു. വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, പ്രത്യേകിച്ച് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങളോടായിട്ട് പറയാം, ഒരു സംശയമില്ലാതെ ഞാൻ ഉറപ്പിച്ച് പറയാം, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ക്രൂശിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, തന്നു കഴിഞ്ഞിരിക്കുന്നു. നന്ദി പറയുക മാത്രമല്ലാതെ ഈ ആയുസിൽ വേറെ ഒന്നും ചെയ്യാനില്ല. എന്നതാ ആരാധന, നന്ദി പറച്ചില്ല. എന്നാ പാട്ട്, നന്ദി പറച്ചില്ല. എന്നതാ പ്രാർത്ഥന, നന്ദി പറച്ചില്ല. എന്നതാ സ്തുതി, നന്ദി പറച്ചില്ല. ഇതിനല്ലാതെ എന്നെ വേറെ ഒന്നിനും വിളിച്ചിട്ടില്ല. കർത്താവേ, യേശുവിലൂടെ എനിക്ക് നൽകി തന്നതിന് നന്ദി. ഒന്ന് പറഞ്ഞാട്ടോ എന്നോട് ചേർന്ന്, യേശുവിലൂടെ എനിക്ക് നൽകി തന്നതിന് നന്ദി. ധാരാളമായിട്ട് നൽകി തന്നതിന് നന്ദി യേശുവേ, നന്ദി യേശുവേ. ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ തന്നെ ഇന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ, അനുഭവിക്കാൻ കഴിയുന്നു. യേശു വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് നൽകി തന്നു കഴിഞ്ഞു എന്ന ഉറപ്പിൽ നിന്ന് നിങ്ങൾ ഇന്ന് അത് മുഴുവൻ വന്നു ചേരാൻ പോവുക. കർത്താവേ, ഇന്ന് വൻകരകളിൽ എന്നെ ഈ ടൈം സോണിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നീലേശ്വരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ഈ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ കൂടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ താല്പര്യമുണ്ട്? യേശുവേ, ആ രണ്ട് കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവേ, സകലവും കാൽവരി ക്രൂശിൽ എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടിയതൊക്കെ എനിക്ക് കാൽവരി ക്രൂശിൽ യേശുവിലൂടെ നൽകി തന്നു കഴിഞ്ഞതിനായിട്ട് നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലഭിക്കാനുള്ള വ്യഗ്രതയിലല്ല ഞാൻ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഈ കണ്ട കാലം മുഴുവൻ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോഴും ദൈവത്തിൻ്റെ അറിവിന് വിരോധമായിട്ട് തരണമേ എന്ന് പറയുമ്പോൾ തന്നു കഴിഞ്ഞത് അറിയാത്ത എൻ്റെ എത്രയോ
ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു ഞാൻ യേശുവേ. എന്നാൽ ഇന്ന് ഞാൻ ആ സത്യത്തിലേക്ക് നടത്തപ്പെടുന്നു. സകലവും എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉറപ്പെൻ്റെ ഉള്ളിൽ വാഴുന്നു. ഇല്ല ഒന്നിനും, കാണുന്ന ഒരു കാഴ്ചയ്ക്കും, കേൾക്കുന്ന ഒരു കേൾവിക്കും, പറയുന്ന ഒരു വാക്കിനും, അറിയുന്ന ഒരു വാർത്തയ്ക്കും എൻ്റെ ഈ അറിവിനെ എന്നിൽ നിന്നും മോഷ്ടിക്കാൻ പറ്റുകയില്ല. കാരണം അത്രമേൽ ഇനി മോഹം എന്നിൽ ജനിപ്പിക്കാതെ വേണം സകലവും യേശു ക്രിസ്തുവിലൂടെ എനിക്ക് കാൽവരി ക്രൂശിൽ തന്നു കഴിഞ്ഞതിന് നന്ദി രാജാവേ, നന്ദി യേശുവേ. നന്ദി യേശുവേ. എന്നാ പറ്റി പ്രധാന തലയ്ക്ക് എങ്ങനെയാ ഇത് ആരംഭിച്ച്? എനിക്കൊരു 3 വർഷം മുമ്പ് പെട്ടെന്ന് വയറ്റിലൊരു എരിച്ചിൽ വരും. എരിച്ചിൽ വരുമ്പോഴത്തേനും കണ്ണും ഇരുട്ട് കയറുന്ന പോലെ വന്ന് തല കറങ്ങും. ഇപ്പൊ ആ ബാധ ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു വീണ് പോവും. വേറെ വിശേഷമൊന്നും പറയണ്ട, കണ്ണടച്ചു. യേശുവേ, അങ്ങയുടെ മഹത്വം ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. Oh, thank you, Jesus. Jesus. അഴിയട്ടെ. Jesus. മരണകരമായ ദുരാത്മാവേ, ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകും. 3 കൊല്ലത്തെ ബന്ധനം ഈ ഒരൊറ്റ സെക്കൻഡിൽ ആ ശരീരത്തിൽ നിന്ന് പൊട്ടുക. ഇന്ന് ഇത് സൗഖ്യമാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. സൗഖ്യമാക്കിയതിന് നന്ദി യേശുവേ. സൗഖ്യമാക്കിയതിന് നന്ദി യേശുവേ. നന്ദി കർത്താവേ. സൗഖ്യമാക്കിയതിന് നന്ദി യേശുവേ. സൗഖ്യം നൽകിയതിന് നന്ദി യേശുവേ. സൗഖ്യം നൽകിയതിന് നന്ദി യേശുവേ. സൗഖ്യം നൽകിയതിന് നന്ദി യേശുവേ. കഴിഞ്ഞ ദിവസം പൊക്കിക്കോ. ആള് ഫ്രീ ആയി. കരമടിച്ചെന്ന യേശുവിന്റെ മഹത്വം കൊടുത്തു. കർത്താവ് ഇനി പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കും. തലയുടെ പെരുപ്പം കറക്കുമായിരുന്നു. ഒരിടത്ത് അധികം നേരം നിൽക്കത്തില്ല. നിൽക്കുമ്പോഴത്തേനും തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അന്നത്തെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഇന്നത്തെ കാര്യം എനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ കേട്ടോ, സൗഖ്യമായിരിക്കുന്നു. കാരണം 2013 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞതാണ്. അതിപ്പോ ഈ ശരീരത്തിൽ ഉറപ്പിക്കപ്പെടുക. ഈ തല കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്ത് കുലുക്കിക്ക്, തലയൊന്ന് കുലുക്കിക്ക്, നല്ലോണം കുലുക്കി. ഇനി ഇടത്തും വലത്തും ഒക്കെ തിരിച്ച് ശരിക്കും ഫ്രീ ആക്കി ചെയ്യാൻ. എന്തൊക്കെ ചെയ്യുമ്പോഴായി മന്ദിപ്പ് വരുന്നത് അത് മുഴുവൻ ഇപ്പൊ ചെയ്യ. കുനിക്കാനൊക്കത്തില്ല, കുനിക്കേ. ഇനി കുനിഞ്ഞില്ല. കുറച്ചു നേരം അങ്ങ് നിന്നോ, അവിടെ നിന്നോ. തിരക്കൊന്ന് അവിടെ തലേന്ന് ഇങ്ങനെയാ സാധനം ഇറങ്ങിപ്പോയി. എത്ര നേരം നിന്നാലും അത് വരുന്നേ. ഒട്ടും ഇങ്ങനെ കുനിയത്തില്ല. നേരം കുനിയത്തില്ല. കുനിഞ്ഞ ഉടനെ ബാലൻസ് തെറ്റിപ്പോവും. കുനിഞ്ഞേ, ബാലൻസ് തെറ്റുന്നുണ്ടോ? ഇപ്പൊ ബാലൻസ് തെറ്റുന്നുണ്ടോ? ഇല്ല. കരമടിച്ചോന്ന യേശുവിന്റെ മകൻ അവിടെ ഒരു 1/2 മണിക്കൂർ പോയി കുനിഞ്ഞങ്ങിരുന്നു. തല കുനിച്ച് കാലെ തല മുട്ടിച്ചങ്ങിരുന്നു. യേശുവിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുക. കരമടിച്ചോന്ന